നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ പുളിങ്കുന്നിൽ സുരേഷ് കുമാറിന്റെ മരണം കൊലപാതകം. തലച്ചോറിൽ അണുബാധയുണ്ടായത് തലയ്ക്കടിയേറ്റുള്ള ക്ഷതം മൂലമെന്ന് കണ്ടെത്തൽ. 2 സുഹൃത്തുക്കൾ പിടിയിൽ. മർദ്ദിച്ചത് മുൻ വൈരാഗ്യം മൂലമെന്ന് മൊഴി. പത്തനംതിട്ടയിൽ 30 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് 87കാരിക്ക് അത്ഭുത രക്ഷപ്പെടൽ. 4 മണിക്കൂറിലേറെ കിണറ്റിലെ പൈപ്പിൽ പിടിച്ചുകിടന്നു. കരയ്ക്കു കയറ്റി ഫയർഫോഴ്സ്. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. 10ഓളം ആനകൾ കഞ്ചിക്കോട്, കളപ്പാറ, കൊട്ടാമുടി മേഖലയിൽ. സംഘത്തിൽ കുട്ടിയാനകളും. ഇടുക്കി അഞ്ചുരുളിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. കുടിച്ച കള്ളിന് പണം ചോദിച്ചപ്പോൾ കോട്ടയം നട്ടാശ്ശേരി ഷാപ്പിൽ അക്രമം. ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. ആക്രമണം നടത്തിയത് നിരവധി കേസുകളിൽ പ്രതികളായ ലിബിനും ജോഷിയും എന്ന് പരാതി. പുനലൂരിൽ ലഹരിക്കടിമയായ യുവാക്കൾ നടു റോഡിൽ തമ്മിൽ തല്ലി. അക്രമം തർക്കത്തെ തുടർന്ന് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയോടെ മഴ കൂടുതൽ ശക്തമാകും. ഞായറാഴ്ച എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ്. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും കാലവർഷം ശക്തമാവുകയാണ്. നാളെ മുതൽ വടക്കൻ കേരളത്തിലും 14-ാം തീയതിയോടെ മധ്യ കേരളത്തിലും മഴ കനക്കും. നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ഗംഗതട, പശ്ചിമ ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ച അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം മുൻ വർഷങ്ങളിലെ പോലെ ഇത്തവണയും ജൂൺ ആദ്യ ആഴ്ച കാലവർഷം ദുർബലമാണ്. ജൂൺ 1 മുതൽ 8 വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം ഇത്തവണത്തെ കാലവർഷത്തിൽ 67% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. 144.9 മില്ലിലീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് 47.5 മില്ലിലീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷത്തിൽ മെയ് 31 വരെ അതിതീവ്ര മഴ ലഭിച്ചിരുന്നു. വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. മഴ വീണ്ടും കനക്കുന്നതോടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കിയിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നു. അടിമാലി കുമളി ദേശീയപാതയിൽ പനംകുട്ടിക്ക് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരിയാപുരത്ത് പ്രകാശ് ഉപ്പുതോട് റോഡിൽ മണ്ണിടിഞ്ഞു. മുരിക്കാശ്ശേരി റോഡിൽ കമ്പിളിക്കണ്ടത്തിന് സമീപം മണ്ണിടിഞ്ഞു. നേര്യമംഗലം പാതയിൽ പാമ്പളയ്ക്ക് സമീപം സ്വകാര്യ ബസ് റോഡിൽ നിന്ന് തെന്നിമാറി. ആർക്കും പരിക്കില്ല. അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 30 സെന്റിമീറ്ററും പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്ററും തുറന്നു. മുതിരപ്പുഴയാർ, പെരിയാർ നദീ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കാവാലം സ്വദേശി സുരേഷ് കുമാർ എന്ന അപ്പുവാണ് മരിച്ചത്. സംഭവത്തിൽ സുരേഷ് കുമാറിന്റെ സുഹൃത്തുക്കൾ കൂടിയായ യദു, ഹരികൃഷ്ണൻ എന്നിവരെ പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ തലക്കേറ്റ ക്ഷതം പിന്നീട് മസ്തിഷ്ക അണുബാധയായി മാറിയതാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. ഏപ്രിൽ 20-ന് സുഹൃത്തുക്കൾ കൂടിയായ യദുവും ഹരികൃഷ്ണനും മദ്യപിക്കാനെന്ന പേരിൽ കാവാലത്തെ വീട്ടിൽ നിന്നും സുരേഷ് കുമാറിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് മർദ്ദനമേറ്റ നിലയിൽ വീടിനടുത്തുള്ള ചാലിൽ കണ്ടെത്തി. പരിക്കേറ്റ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ജൂൺ 2-ന് മരണപ്പെടുകയുമായിരുന്നു. കുന്നുമ്മ യുവഭാവന വായനശാലയ്ക്ക് സമീപം എത്തിച്ച് പ്രതികൾ കൈകൊണ്ടിടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചവിട്ടിൽ തലയോട്ടിക്ക് പൊട്ടലേറ്റിരുന്നു. അർദ്ധബോധാവസ്ഥയിലായ സുരേഷ് കുമാറിനെ പായൽ നിറഞ്ഞ ചാലിൽ പിന്നീട് ഇവർ ഉപേക്ഷിച്ചു.
വിവരം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതികൾ അക്രമ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഏപ്രിൽ മാസം 20-ാം തീയതി രാത്രിയിൽ വീടിനടുത്തുള്ള 2 പേര് വന്ന് ഫോണിൽ വിളിച്ചിട്ട് സുരേഷ് എന്ന അപ്പു, ഞങ്ങളുടെ അപ്പൂസിനെ പുറത്തോട്ട് ഇറക്കിയിട്ട് വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും തലയ്ക്കെല്ലാം നല്ല പരിക്കേക്കുകയും മുഖത്തുമൊക്കെ പരിക്കേറ്റ് അവൻ്റെ അമ്മ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് പോയിരിക്കുകയായിരുന്നു. അവിടെ ഒന്നുമില്ല, ആരുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഫോണിൽ വിളിച്ചു വരുത്തി സ്നേഹം നടിച്ച് പുറത്തിറക്കിയിട്ടാണ് മൃഗീയമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച്. അവരിലും ചെറിയ പിള്ളേരായതുകൊണ്ട് അവനത് പുറം ലോകത്ത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാൻ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സുരേഷ് കുമാർ മസ്തിഷ്കാണുബാധയെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. നിരന്തരം കളിയാക്കിയതും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതും സുരേഷ് കുമാറിനോട് പ്രതികൾക്ക് വൈരാഗ്യമുളവാക്കിയതായാണ് മൊഴി. രാമങ്കരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം എഴുകോണിൽ പൊട്ടക്കിണറ്റിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. എഴുകോൺ ഇടവട്ടം സ്വദേശി മണിയുടേതാണ് മൃതദേഹം. മെയ് 24 മുതൽ മണിയെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തെരച്ചിൽ നടക്കവെയാണ് കൈതക്കോട് പൊട്ടക്കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും നിലവിൽ ദുരൂഹതയില്ലെന്നും പോലീസ് പറഞ്ഞു. കൊല്ലത്ത് അപകടത്തിൽ പോലീസുകാരന് ദാരുണാന്ത്യം. കടവൂർ സ്വദേശി അനൂപാണ് മരിച്ചത്. ഇന്നലെ രാത്രി താലൂക്ക് കച്ചേരി ജംഗ്ഷന് സമീപത്തായിരുന്നു അപകടം. തെരുവുനായ കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്നാണ് സംശയം. ബൈക്ക് നിയന്ത്രണം വിട്ട് വീണ് അനൂപിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജിഷ്ണു ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം. 6 പേർക്കും ജാമ്യം ലഭിച്ചു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മാതാപിതാക്കൾ സത്യവാങ്മൂലം നൽകണം. ഇതോടെ ഒബ്സർവേഷൻ ഹോമിലുള്ള കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വിട്ടയക്കും. വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നത് ബാലനീതി നിയമത്തിന് എതിരെന്നും കോടതി വ്യക്തമാക്കി. കോട്ടയം നട്ടാശ്ശേരിയിൽ കള്ള് ഷാപ്പിൽ സംഘർഷം. ഇന്നലെ രാത്രിയാണ് സംഭവം. ഷാപ്പിലെ ജീവനക്കാരെയും ഇവിടെ ഉണ്ടായിരുന്നവരെയും ആക്രമിച്ചു. പണം ചോദിച്ചതോടെയാണ് ആക്രമിച്ചതെന്ന് ഷാപ്പ് ജീവനക്കാർ പറയുന്നു. കിണറ്റിലകപ്പെട്ട 87-കാരിക്ക് അത്ഭുതകരമായ രക്ഷപ്പെടൽ. പത്തനംതിട്ട തട്ട മാമൂട് സ്വദേശിനി ശാന്തയാണ് 30 അടി താഴ്ചയുള്ള കിണറ്റിൽ മണിക്കൂറുകൾ കുടുങ്ങിയത്. പുലർച്ചെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടുകാർ തെരച്ചിൽ നടത്തിയത്. ആ സമയം 87-കാരിയായ ശാന്തയെ കാണാനില്ലായിരുന്നു. പരിസരത്ത് നടത്തിയ പരിശോധനയിൽ കിണറ്റിലെ മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചു നിൽക്കുന്ന നിലയിൽ ശാന്തയെ കണ്ടെത്തി. രാത്രി വീടിന് പുറത്തിറങ്ങിയ ശാന്ത ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു. 30 അടി താഴ്ചയിലുള്ള കിണറ്റിൽ 15 അടി വെള്ളമുണ്ട്. ഫയർഫോഴ്സ് എത്തി നെറ്റ് ഉപയോഗിച്ചാണ് ശാന്തയെ പുറത്തെടുത്തത്. കൊടും തണുപ്പിനെ അതിജീവിച്ച് മണിക്കൂറുകൾ കിണറ്റിൽ കിടന്നതോടെ ക്ഷീണിതയായിരുന്നു. ഓർമ്മക്കുറവുള്ള ശാന്ത വീട്ടുകാർ അറിയാതെ പുറത്തിറങ്ങിയതോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം പുനലൂരിൽ ലഹരിക്കടിമയായ യുവാക്കൾ തമ്മിൽ തല്ലി. KSRTC ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. പുനലൂർ സ്വദേശി ഷാമോനുമായുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ. പോലീസ് എത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടു. എന്റെ പെങ്ങളെ കുത്താൻ അവര് ആണ്ട കടയിൽ കൊണ്ട് എന്നെ കുത്താൻ പിടിക്കാത്തുണ്ടോ അവര്. പോലീസുകാർക്കൊന്നും ഒരു ഇതുമില്ല. സാറുമാര് വന്ന് ചോദിച്ചെന്തോ അവര് പോട്ടെ, അവരെ വെള്ളം അടിച്ച് നിന്നോണ്ടാണ് അവരെവിടെ. എന്റെ പള്ളി കയറി ഇവരാരും തരുമോ? ആരും തരത്തില്ല. അവര് സാറേ എന്നെ കുത്താൻ പിച്ചാത്തില്ല. അവരിപ്പോ അങ്ങോട്ട് പോയി. രണ്ടാമത് അടിച്ച് 5 അടിച്ചു. രണ്ടാമത് എവിടെ ഉള്ളതെന്ന് പോലും അറിയില്ല. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കഞ്ചിക്കോട് കളപ്പാറ കൊട്ടാമുട്ടി മേഖലകളിലാണ് കുട്ടിയാനകളടക്കം 10ഓളം ആനകൾ എത്തിയത്. ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നത് ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുകയാണ്. ഇന്നലെയും ഇതേ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു.
ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷം. ഒരു മാസം മുമ്പ് ഒരു ആന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 6 ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളിൽ രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, ടിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിപ്രദേശങ്ങൾ നശിപ്പിച്ചു. ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു. സെറ്റിൽമെൻറ്റിന് ചേർന്ന് വരെ ആന വന്നിരിക്കുകയാണ്. സെറ്റിൽമെൻറ്റിലേക്ക് ആന കടന്നാലുള്ള സ്ഥിതി നമുക്ക് പറയാൻ പറ്റത്തില്ല. തൊട്ട് അടുത്തടുത്ത് വീടുകൾ, അവിടെയെല്ലാം കൊച്ചു കുട്ടികൾ, ഗർഭിണികൾ, വയസ്സായ ആളുകൾ, അവരെയൊക്കെ രാത്രികാലങ്ങളിലോ പകലോ ഏത് സമയത്ത് വന്നാലും അവർക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിയാണുള്ളത്. അഞ്ചുരുളി ആദിവാസിക്കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനം വകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാന ശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല. കാട്ടാന ശല്യം മൂലം ഇപ്പോൾ പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റ് കൂടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യമൃഗശല്യം ഒഴിവാക്കാൻ RRT സംഘത്തെ ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് പൈനാപ്പിൾ തോട്ടത്തിൽ അകപ്പെട്ട കൂറ്റൻ പെരുമ്പാമ്പിനെ രക്ഷപ്പെടുത്തി. ഊന്നുകല്ലിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. പുല്ല് വെട്ടുന്നതിനായി ഇറങ്ങിയ ജോലിക്കാരാണ് ആദ്യം കണ്ടത്. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് പാമ്പിനെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. പാഞ്ചിലുണ്ടോ? പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി വൈദ്യുതി വകുപ്പ്. ജൂൺ 17 പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനായിരുന്നു മുമ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ട്രാക്ക് ഗേറ്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യം പൂർണ്ണമായി മാറ്റാൻ കഴിയാതെ വന്നതോടെയാണ് ഉദ്ഘാടനം നീട്ടിവെച്ചത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ 60 മെഗാവാട്ട് ശേഷിയുള്ള വിപുലീകരണ പദ്ധതി പൂർത്തീകരിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ജൂൺ 17 പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുമെന്നും KSEB അധികൃതർ മുൻപ് അറിയിച്ചിരുന്നു. എന്നാൽ പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസം നേരിടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എക്സ്റ്റൻഷൻ നിലയത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വൈദ്യുതോൽപാദനം നടന്നുവരികയാണ്. നിലവിൽ 100 ദശലക്ഷം യൂണിറ്റിലേറെ വൈദ്യുതി ഇതിനകം ഗ്രിഡിലേക്ക് നൽകി കഴിഞ്ഞു. അതേസമയം മുതിരപ്പുഴ ആറിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇൻടേക്ക് ഭാഗത്തുള്ള ട്രാക്ക് ഗേറ്റിന്റെ അഴികളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ടർബൈനിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളത്തിന്റെ ശക്തി കുറയാൻ ഇത് കാരണമായി. ഇവ പൂർണ്ണമായി നീക്കം ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് KSEB അധികൃതർ നൽകുന്ന വിവരം. മാലിന്യം അരിച്ചു മാറ്റാനുള്ള കോമ്പിന്റെ ഫാബ്രിക്കേഷൻ നടപടികളും നടക്കുന്നുണ്ട്. പുഴയിൽ നീരൊഴുക്ക് കുറയുന്നതനുസരിച്ച് ഉൽപ്പാദനം നിർത്തിവെച്ച് ഈ ജോലികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. സെപ്റ്റംബർ മാസത്തോടെ 2ാം ഘട്ടം പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്നും പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നുമാണ് KSEBയുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. വർഷങ്ങളായി പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി കല്യാണത്തണ്ട് കുഴിയോടിപ്പടി നിവാസികൾ. പഴയ പാലം പൊളിച്ചു നീക്കിയെങ്കിലും പുതിയ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. പാലം നിർമ്മാണം വൈകുന്നതിൽ നാട്ടിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. 2.5 വർഷം മുൻപാണ് കുഴിയോടിപ്പടിയിലെ പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിനായുള്ള നടപടികൾ ആരംഭിച്ചത്. പാലം പൊളിച്ചതോടെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചായിരുന്നു പ്രദേശവാസികൾ സഞ്ചരിച്ചിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത മഴയിൽ ഇതും ഒലിച്ചുപോയി. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപയാണ് പാലത്തിനായി അനുവദിച്ചത്. പ്രാരംഭ ജോലികളും അടിത്തറയും നിർമ്മിച്ചെങ്കിലും പിന്നീട് ഫണ്ടിന്റെ അഭാവം മൂലം നിർമ്മാണം മുടങ്ങുകയായിരുന്നു. നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രകടനവും ധർണയും നടത്തി. കഴിഞ്ഞ 2.5 വർഷക്കാലമായി നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കോഴിക്കും മുലവരുമെന്ന് പറയുന്നത് പോലെ
ഇന്ന് നാളെ എന്ന കാത്തിരിപ്പുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട്, ജനപ്രതിനിധികളെ വിശ്വസിച്ചുകൊണ്ട്, അവിടുത്തെ പൊതുപ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ട് നാട്ടിലെ ആളുകൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് ആ നാട്ടിലെ ആളുകൾ എത്തിച്ചേർന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ വാക്കുപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ നിർമ്മാണത്തിന് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക വേണമെന്നതിനാലാണ് നിർമ്മാണം മുടങ്ങിയതെന്നാണ് ആരോപണം. ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഡിസൈനിൽ മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ മുൻപുണ്ടായ പാലം പോലും നഷ്ടമായ അവസ്ഥയാണുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടി നീക്കണമെന്ന് നാട്ടുകാർ. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് വക്കിലാണ് വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ കാട് വളർന്നു നിൽക്കുന്നത്. കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിന്റെ ഇരുവശങ്ങളിലും പലയിടത്തും കാട് വളർന്നു നിൽക്കുന്നുണ്ട്. വേനൽ മഴ ശക്തമായിരുന്നതിനാൽ മഴക്കാലത്തിന് മുൻപ് തന്നെ കാട് കൂടുതൽ വളർന്നിട്ടുണ്ട്. പൊതുവെ വിസ്തൃതി കുറഞ്ഞ റോഡിൽ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഉള്ളവർക്ക് കാട് വളർന്ന് റോഡിലേക്ക് ഇറങ്ങിയതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെയായി. നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിനോട് ഈ രണ്ട് സൈഡിലെയും കാനകൾ വെട്ടി, അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി. അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ 2-ാം മൈലിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആളുകൾ യാതൊരുവിധ സംവിധാനത്തിനും മുന്നോട്ട് വരുന്നില്ല. ഈ അപകടങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. ഒരപകടമുണ്ടായി കണ്ടിട്ട് അതിനകത്ത് പിന്നെ ദുഃഖിച്ചിട്ടും നടപടിയെടുത്തിട്ടും ഒരു കാര്യമില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ ചെലവിൽ റോഡുകളുടെ വശങ്ങൾ തെളിക്കേണ്ടതാണെങ്കിലും ഇവ കൃത്യമായി നടക്കാറില്ല. പൊതുവെ വിസ്തൃതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ മറികടക്കാൻ ദുഷ്കരമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സ്ഥിരമായി സന്ദർശകർ കടന്നുപോകുന്ന തിരക്കുള്ള വഴിയിൽ അപകടങ്ങൾക്കുള്ള സാധ്യത മുൻനിർത്തി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇടപെട്ട് കാട് തെളിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാട്ടാക്കട വിളവൂർക്കൽ പ്രദേശത്ത് രാത്രിയുടെ മറവിൽ കോഴി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രമാക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി കടന്നുപോകുന്നത്. പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാക്കട വിളവൂർക്കലിലെ പുതുവീട്ടുമേലെ ജംഗ്ഷനും പരിസര പ്രദേശങ്ങളിലുമാണ് രാത്രിയുടെ മറവിൽ കോഴിവേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിച്ച് കടന്നുകളയുന്നത്. തിരക്കൊഴിഞ്ഞ പ്രദേശത്തെ റോഡ് വക്കുകളിലാണ് മാലിന്യം തള്ളുന്നത്. തെരുവുനായ ശല്യവും ഗണ്യമായി കൂടിയിട്ടുണ്ട്. ദുർഗന്ധം കാരണം പ്രദേശവാസികളും നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടിലാണ്. കാക്കകൾ മാലിന്യങ്ങൾ കൊത്തി കിണറുകളിലും വീട്ടുമുറ്റങ്ങളിലും കൊണ്ടിടുന്നതും പതിവായി മാറി. നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും അധികൃതർ മൗനത്തിലാണെന്നാണ് ഉയരുന്ന മറ്റൊരാക്ഷേപം. നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് മാലിന്യങ്ങൾ കുഴിച്ചുമൂടുകയാണ് പതിവ്. നഗരത്തിലുള്ള കടകളിലെ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടു തള്ളുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് CCTV ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. നഗരമാലിന്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉപേക്ഷിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരാറുകാരൻ പിടിയിൽ. പാറശാല പോലീസിന് പിടിയിലായ പ്രതിക്കെതിരെ തിരുവനന്തപുരത്ത് മാത്രം 10-ലധികം കേസുകളുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉപേക്ഷിച്ച് കടന്നുകളയുന്ന സംഘത്തിലെ പ്രധാനിയായ കരിമരം സ്വദേശി രാജീവ് കുമാറാണ് പിടിയിലായത്. ഇയാൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് കരാർ എടുത്തിട്ടുള്ള ആളാണ്. നഗരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തമിഴ്നാട്ടിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അതിർത്തിയിലെ പരിശോധനകൾ ശക്തമായതോടെ കേരള അതിർത്തിയിൽ തന്നെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. ആലമ്പാറ, പരശുവിക്കൽ, പാറശാല, അമരവിള, ബൈപ്പാസ് സർവീസ് റോഡ് തുടങ്ങിയ തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിൽ രാത്രി മാലിന്യം നിക്ഷേപിച്ച് കടന്നുകളയും. പിടിയിലായ രാജീവ് കുമാർ അടിപിടി, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ്. മാലിന്യങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. പാറശാല SI ദീപുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴ മുനിസിപ്പാലിറ്റി കൌൺസിൽ യോഗത്തിനിടെ LDF പ്രതിഷേധം. നഗരസഭയുടെ കീഴിൽ ആരോഗ്യ കേന്ദ്രം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൌൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ വിശദീകരണം. കാട്ടുകള്ള തേക്കുകള്ള
ചൊവ്വാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലാണ് സംഭവം. കൗൺസിൽ യോഗം ആരംഭിച്ചയുടനെ LDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ നിന്ന് പുതുതായി ആരംഭിക്കുന്ന ആരോഗ്യ കേന്ദ്രം കുന്നം വാർഡിൽ അനുവദിക്കാനുള്ള തീരുമാനം മാറ്റണമെന്നായിരുന്നു ആവശ്യം. പകരം ആരോഗ്യ കേന്ദ്രം പഴുക്കാക്കുളം വാർഡിൽ സ്ഥാപിക്കണമെന്നും LDF ആവശ്യം ഉന്നയിച്ചു. നിലവിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നത് ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നുള്ളൂ. ആ തർക്കം 10 ദിവസത്തിനകം പരിഹരിക്കാമെന്നിരിക്കെ നിലവിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന് 6.5 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് 36,000 രൂപ കുന്നം പോലുള്ള ഒരു സ്ഥലത്ത് തൊഴിലുറ പട്ടണത്തിലുള്ള അതേ വാടക തന്നെ നിശ്ചയിച്ചുകൊണ്ട് മാറ്റാനുള്ള ശ്രമത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർത്തത്. മുൻപുണ്ടായിരുന്ന ഭരണസമിതി ആരോഗ്യ കേന്ദ്രം അനുവദിച്ചിരുന്നത് പഴുക്കാക്കുളത്തായിരുന്നു. അവിശ്വാസ പ്രമേയം പാസ്സാവുകയും പകരം UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരികയും ചെയ്തതോടെ ഇത് കുന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ തീരുമാനത്തിൽ അഴിമതി ഉണ്ടെന്നാണ് LDFന്റെ ആരോപണം. ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം അജണ്ടയിൽ നിന്നും മാറ്റിയതോടെ LDF താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. ഇടുക്കി. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ വെള്ളപ്പാറയ്ക്ക് സമീപം ഏത് നിമിഷവും നിലം പതിക്കാവുന്ന കരിങ്കൽ കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കൊലുമ്പൻ സമാധിക്ക് സമീപം വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നാണ് ബലക്ഷയം മൂലം അപകടകരമായ സ്ഥിതിയിൽ കരിങ്കൽ കെട്ട് നിൽക്കുന്നത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ഇടുക്കി വെള്ളാപ്പാറയ്ക്ക് സമീപം വനംവകുപ്പിന്റെ പ്രധാന ഓഫീസിന്റെ സമീപത്തെ കരിങ്കൽ കെട്ടാണ് ഏത് നിമിഷവും നിലംപതിക്കുന്ന വിധം അപകടകരമായി നിൽക്കുന്നത്. 25 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കരിങ്കൽ കെട്ടിന്. കൊലുമ്പൻ സമാധി സന്ദർശിക്കുന്നവർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും തകർന്നു വീഴാറായ കരിങ്കൽ കെട്ട് ഭീഷണിയാവുകയാണ്. ഈ മഴക്കാലത്ത് ഇത് സംഭവിക്കാം. കാരണം അവിടെയുള്ള വഴി യാത്രക്കാർ ബസ് കയറാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. അത് ഉന്തി ഒരു സൈഡൊക്കെ തകർന്നു തന്നെ ഏകദേശമൊക്കെ നിൽക്കുന്നു. ഏത് സമയത്തും അത് തകർന്നു വീണ് ആൾക്കാർക്കും റോഡും വരെ ബ്ലോക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മോട്ടോർ വാഹന വകുപ്പിന് ജില്ലാ ആസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തെ റോഡിലാണ് ഓരോ തവണയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. സമീപത്തെ കോളനിയിൽ നിന്നും സ്ഥിരമായി കൊലുമ്പൻ സമാധിയിലെത്തുന്നവർക്കും സംസ്ഥാന പാതയിലെ യാത്രയ്ക്കിടെ വിശ്രമിക്കാനായി വെള്ളാപ്പാറയിലെത്തുന്നവർക്കുമെല്ലാം കരിങ്കൽ കെട്ട് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ബ്രൈമൂർ മങ്കയം ഇക്കോ ടൂറിസം. കാടും അതിനുള്ളിലെ വെള്ളച്ചാട്ടവും ഒരുപോലെ ആസ്വദിക്കാം ഇവിടെ എത്തിയാൽ. ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെയായി ഒരു ദിവസം ബ്രൈമൂരിൽ അടിച്ചു പൊളിക്കാം. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോടിന് സമീപത്തെ ഇക്കോ ടൂറിസം സ്ഥലമാണ് ബ്രൈമൂർ മങ്കയം. ചിറ്റാർ നദിയുടെ ഒരു പോഷക നദിയായ മങ്കയം നദി ഈ പ്രദേശത്തു കൂടിയാണ് വാമനപുരം പ്രദേശത്തേക്ക് എത്തുന്നത്. തെക്കൻ കേരളത്തിലെ തന്നെ മികച്ച 2 വെള്ളച്ചാട്ടങ്ങളായ കാളക്കയവും കുരിശടിയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത്. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ നെടുമങ്ങാട് നിന്നും ബ്രൈമൂൺ റൂട്ടാണ് ഇത്. നെടുമങ്ങാടിന് അടുത്താണ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫോറസ്റ്റ് ഏരിയയാണ്. നല്ലൊരു വൈബാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. സഹ്യന്റെ മടിത്തട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഈ തെളിനീരും കാടിന്റെ കാഴ്ചയും ജൈവ വൈവിധ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു ഈ പ്രദേശത്തെ. സംസ്ഥാന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മങ്കയത്ത് നഗരത്തിൽ നിന്ന് വെറും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെ സഞ്ചാരികൾക്ക് പ്രവേശനാനുമതിയുള്ള ഇവിടെ 40 രൂപയാണ് ഒരു വ്യക്തിക്ക് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾക്ക് പുറമെ തെളിഞ്ഞൊഴുകുന്ന നീരുറവകളും ഇവിടെയുണ്ട്. ഇത് ഒരുപാട് വെള്ളച്ചാട്ടം ഉള്ള ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്കെല്ലാം വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ
വളരെ ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ ബ്രൈമോർ എന്നുള്ളത്. നല്ല അത് നമ്മൾ പറഞ്ഞറിയിക്കുന്ന പോലെയല്ല, ഇവിടെ വന്ന് കണ്ടാലും ഇതിൻ്റെ മനോഹരമായ പ്രകൃതി രമണീയമായ കാര്യങ്ങളും പിന്നെ നല്ല വെള്ളച്ചാട്ടങ്ങളും ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് കുളിക്കാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട വഴിയോ നെടുമങ്ങാട് വഴിയോ വിതുര പാലോട് വഴിയാണ് ഇവിടെ എത്തേണ്ടത്. പാലോട് KSRTC ഡിപ്പോയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര കാഴ്ച. വനപാലകരുടെ നിർദ്ദേശാനുസരണം മാത്രമേ ജലാശയത്തിൽ ഇറങ്ങാനാകൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദിവസങ്ങൾ കൊണ്ട് ദൂരെ യാത്ര പോകുന്നതിനേക്കാളും ഈ 1-1.5 മണിക്കൂർ കൊണ്ട് വളരെ പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റുന്ന ഒരു ദിവസം വളരെ എൻജോയ് ചെയ്യുന്നതിന് പറ്റിയൊരു അന്തരീക്ഷമാണ്. പിന്നെ നല്ല ഈ പ്രകൃതിയുമായിട്ട് ഉള്ള നല്ലൊരു അന്തരീക്ഷം, മരങ്ങൾ, തണൽ, പിന്നെ മഴയാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അന്തരീക്ഷമാണ്. കാറിൽ വരികയാണെങ്കിൽ വളരെ രസകരമാണ് മഴയത്തുള്ള ഒരു അന്തരീക്ഷം. ന്യൂസ് 18 തിരുവനന്തപുരം.